അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് നിയന്ത്രണത്തിൽ ഗുരുതരമായ പാളിച്ച. തലസ്ഥാനത്ത് നോക്കുകുത്തിയായി മാറി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫ്ലൈ ഓവറുകൾ. KSRTC ഡ്രൈവർമാരുടെ, സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ മത്സര ഓട്ടവും അശ്രദ്ധയും കിഴക്കേക്കോട്ടയെ അപകടക്കെണിയാക്കുന്ന ഒരു അപകടക്കോട്ടയാക്കി മാറ്റുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, കിഴക്കേക്കോട്ടയിൽ ഇന്നലെയാണ് ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം. ഈ സ്വകാര്യ ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ അവിടെ മത്സരിച്ചോടുന്നു. സ്റ്റാൻഡിലേക്ക് പല ദിക്കുകളിലൂടെ പാഞ്ഞു കയറി വരുന്നു. അതിനിടെയാണ് ബസ്സിൽ നിന്നിറങ്ങിയ ഒരാൾ, ഒരു ബാങ്ക് ജീവനക്കാരനാണ്, അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈ ഒരു ദാരുണമായ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മത്സര ഓട്ടം, ഒപ്പം അനധികൃതമായിട്ടുള്ള ഈ വാഹന പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല മേഖലകളിലും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെറിറ്റേജ് മേഖലയാണ്. നിരവധി ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്, ഒപ്പം തന്നെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെ സ്വകാര്യ ബസ്സുകളും KSRTC വാഹനങ്ങളും ഏകദേശം ഒരുമിച്ചാണ് 2 ഭാഗങ്ങളിലായി നിർത്തിയിടുകയും ഒക്കെ ചെയ്തത്. ഈ വാഹനങ്ങളിലേക്ക് കയറാൻ ആളുകൾ എത്തുന്നതും വലിയ രീതിയിലുള്ള തിരക്കിലൂടെയൊക്കെയാണ്. പക്ഷെ അവിടെ കൃത്യമായ ട്രാഫിക് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ അപകടത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, 2 വാഹനങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ നേടാനും ഒപ്പം തന്നെ ആരാദ്യം എത്തുമെന്നുള്ള മത്സര ഓട്ടത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നലെ 42-കാരനായ ഉല്ലാസിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത്. കിഴക്കേക്കോട്ടയിലെ കട്ടക്കുളങ്ങര ഭാഗത്തു നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് എത്തിയ 2 വാഹനങ്ങളാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഒന്ന് ഒരു സ്വകാര്യ ബസ്സാണ്, മറ്റൊന്ന് KSRTC ബസ്സാണ്. സ്വകാര്യ ബസ് വലത്തേക്ക് എടുത്ത് സ്റ്റാൻഡിലേക്ക് എന്തോ കയറുന്നതിന് ഒടിച്ചെടുത്ത സമയത്താണ് KSRTC വാഹനം വരുന്നത്. സീബ്ര ലൈനിലാണ് ഈ KSRTC വാഹനം നിർത്തിയിട്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. സീബ്ര ലൈൻ ആളുകൾക്ക് നടന്നു പോകാനുള്ളതാണ്. എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും സീബ്ര ലൈനിലൂടെ ആളുകൾ ഉണ്ടെങ്കിൽ വാഹനം നിർത്തിക്കൊടുക്കേണ്ട സ്വാഭാവിക മര്യാദ ഈ ഡ്രൈവർമാർക്കുണ്ട്. പക്ഷേ സിഗ്നൽ വീണ് കിടക്കുമ്പോൾ സീബ്ര ലൈനിൽ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്ന KSRTC ബസ് അതിനെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിലൂടെ ഒഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സമയത്താണ് ഈ പ്രൈവറ്റ് ബസ് വരികയും ഇതിനിടയിലേക്ക് ഞെരിഞ്ഞമർന്ന് ആ മനുഷ്യന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. 2 ഡ്രൈവർമാരോടും ബസ് പിന്നോട്ടെടുത്ത് അയാളെ അതിനകത്ത് നിറക്കാനൊക്കെ അവിടെ നിന്ന് ഓടിക്കൂടിയ നാട്ടുകാരും ഈ ദൃക്സാക്ഷികളും ഒക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഈ ഡ്രൈവർമാർ ആദ്യഘട്ടങ്ങളിൽ കേട്ടില്ല. ഏകദേശം 3-4 മിനിറ്റ് അങ്ങനെ തന്നെ പോയി. ആ വാഹനത്തിന്റെ ഇടയിൽ അദ്ദേഹം ശ്വാസം മുട്ടി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. സമീപത്തൊരു പള്ളിയിൽ ജുമാ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ തൊട്ട് സമീപത്ത് തന്നെയുള്ള റീജിയണൽ ഓഫീസ്, കേരള ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജറാണ്. അദ്ദേഹം ഡ്യൂട്ടിക്കായി കയറാൻ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ രീതിയിലുള്ള ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. നഗരസഭ കോടികൾ മുടക്കി നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഫ്ലൈ ഓവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാനൊക്കെയായി ഫ്ലൈ ഓവറുകൾ. പക്ഷേ ആ ഫ്ലൈ ഓവറുകൾ പോലും ആരും ഉപയോഗിക്കുന്നില്ല. നിരന്തരം ജനൻ TV അടക്കം വാർത്ത നൽകിയതാണ്. എന്തായാലും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളെങ്കിലും നഗരസഭയും ട്രാഫിക് പോലീസുമാരും എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഈ വാഹനങ്ങളുടെ മത്സര ഓട്ടം കൂടി ഈ നഗരത്തിൽ കുറയുമെന്നുള്ളൊരു ആശ്വാസം നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം. വിനോദ്, കൃത്യമായൊരു സംവിധാനം അവിടെ ആദ്യം വരണം. കാരണം ജനങ്ങൾക്ക് നടന്ന് കയറാനും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ സുഗമമായി, ഫ്ലൈ ഓവർ ഒക്കെ മുകളിൽ കൂടി ഉണ്ട്, പക്ഷേ അവിടെ സൗകര്യങ്ങളോ ലൈറ്റോ ഒന്നുമില്ല. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, അത് ആരും ഉപയോഗിക്കുന്നുമില്ല. ലക്ഷങ്ങൾ മുടക്കി പണിത ഫ്ലൈ ഓവറാണ് കിഴക്കേക്കോട്ടയിലുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു യാത്രക്കാരൻ ബസ്സിനിടയിൽപ്പെട്ട് ഞെരുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.